ഇനി ഒരു ചോദ്യം ഒരു ഉത്തരമാണ് ഞാൻ പോകുന്നത്. ഒരു ചോദ്യം എന്ന് പറയുന്നത് അതിനൊരു ഉത്തരമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനിലുള്ള പോസിറ്റീവ്. മുഖ്യമന്ത്രി ഒരു തീരുമാനം അദ്ദേഹം എടുത്താൽ അത് നടപ്പിലാക്കാൻ ഏതറ്റം വരെയും പോകും. ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണ വീതിയിൽ വികസനത്തിൻ്റെ ഒരു പുതിയ ഓർമുഖം തുറന്നത്. പിണറായി വിജയൻ അല്ലായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെങ്കിൽ ദേശീയപാതക്ക് 2000 ഏക്കറിലധികം ഭൂമി, അതും വളരെ തിക്കിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ളൊരു സംസ്ഥാനത്ത് ഏറ്റെടുത്ത് കൊടുക്കാൻ സാധിക്കുമായിരുന്നില്ല. വേറെ ആരും മുഖ്യമന്ത്രിയായാലും ഒരാൾക്കും സാധിക്കുമായിരുന്നില്ല. ഇത് പട്ടാളത്തെയോ പോലീസിനോ ഇറക്കിയിട്ടല്ല അത് ചെയ്തത്. ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് അവർക്ക് കൊടുക്കാൻ പോകുന്ന നഷ്ടപരിഹാര തുകയെ സംബന്ധിച്ച് അവരെ ബോധ്യപ്പെടുത്തി, നിങ്ങളുടെ അക്കൗണ്ടിൽ ആ പണം വന്ന ശേഷം മാത്രം നിങ്ങൾ സ്ഥലം ഒഴിഞ്ഞു തന്നാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഏറ്റെടുത്ത സ്ഥലം ഒരു സ്ഥല ഉടമയുടെ അല്ലെങ്കിൽ കെട്ടിട ഉടമയുടെ വീട്ടുടമയുടെ കണ്ണുനീര് വീണ് കുതിരാത്ത മണ്ണിലൂടെ ഒരുപക്ഷെ ഇന്ത്യയിൽ ദേശീയ പാതയുടെ വികസനം നടന്നത് കേരളത്തിലാണ്. ചെന്നിത്തലയോടാണോ ഇഷ്ടം, വീഡിയോടാണോ ഇഷ്ടം? പ്രതിപക്ഷ നേതാക്കൾ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും രണ്ട് സ്വഭാവക്കാരാണ്. രമേശ് ചെന്നിത്തല കുറച്ചുകൂടി ഫ്രാങ്കാണ്. നമ്മളെ എവിടെ കണ്ടാലും വളരെ സൗഹൃദം അതിൻ്റെ ഒരു ഡെപ്തിൽ മെയിൻറ്റെയിൻ ചെയ്യും. വി ഡി സതീശൻ ആ നിലക്ക് സൗഹൃദം പ്രകടിപ്പിക്കുകയും അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുക, ഒരു ആത്മബന്ധം നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുകയും ചെയ്യൂല. രമേശ് ചെന്നിത്തല നമ്മളോടൊരു കാര്യം ചോദിക്കുമ്പോൾ പറയുമ്പോൾ ഒക്കെ നമുക്ക് എന്താ പറയുക, കുറച്ചുകൂടി ഒരു ഇൻറ്റിമസി തോന്നും. എന്നാൽ വി ഡി സതീശനോട് ആ ഒരു ഇൻറ്റിമസി തോന്നാറില്ല, നമുക്ക് തോന്നാറില്ല. പറയുമ്പോൾ രമേശ് ചെന്നിത്തലയും ഞാനും തമ്മിൽ, ഞാൻ മന്ത്രിയായിരിക്കെ ഞങ്ങൾ പരസ്പരം വലിയ വാഗ്വാദങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും അദ്ദേഹം അങ്ങനെ ഒരു കാര്യമാക്കാതെ അതിനൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുന്ന ഒരാളാണ്. കണ്ടു. അതിനുശേഷമൊക്കെ എന്നോട് പല കാര്യങ്ങളിലും പെരുമാറുമ്പോഴൊക്കെ വളരെ കുറച്ചും കൂടി എന്താ പറയുക, ഒരു ജെന്റിലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കൃത്യമാണ്. ഈ മന്ത്രിസഭയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മന്ത്രി? അത് കുറച്ച് കുടുക്കുള്ള ചോദ്യമാണ്. എല്ലാ മന്ത്രിമാരെയും ഇഷ്ടമാണ്. മുഖ്യമന്ത്രിയുടെ ഒരു ലീഡർഷിപ്പിൽ ആണല്ലോ ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാ മന്ത്രിമാർക്കും ശരിക്ക് മുഖ്യമന്ത്രിയുടെ ഒരു എന്താ പറയുക, നേതൃത്വത്തിന് കീഴിൽ നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു നല്ല അനുഭവമാണ്. ഞാൻ മന്ത്രിയായിരുന്ന 5 വർഷം എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഇഷ്ടമാരോടൊന്നും പറയാൻ പറ്റുന്നില്ല. മിനിസ്റ്റർമാരോട് പ്രത്യേക താല്പര്യം ആരോടും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എല്ലാ മന്ത്രിമാരോടും നല്ല സൗഹൃദമാണ്. എല്ലാ മന്ത്രിമാരും നമുക്ക് തരേണ്ട ഒരു എന്താ പറയുക, ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് തരാറുണ്ട് എന്നുള്ള ആ ഒരു പോളിസിയിലാണ് ഞാനും പോകാറുള്ളത്. അവരെന്നോടും അങ്ങനെ തന്നെയാണ്. മണിയാശാൻ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓടിയെത്തുന്നത് എന്തായിരിക്കും? മണിയാശാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഒരേ മന്ത്രിസഭയിലുണ്ടായിരുന്നു. ഒരുപക്ഷെ മണിയാശാൻ്റെ അടുത്ത് സഹപ്രവർത്തകരിൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുന്ന ഒരാൾ ഞാനായിരിക്കും. ഞാനിടക്ക് ചെവിയൊക്കെ ഒന്ന് ഇങ്ങനെ പിടിക്കും, പിന്നെ ഇടക്ക് കുമ്പൊക്കെ ഒരു കുത്തൊക്കെ കൊടുക്കും.
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹം. അദ്ദേഹം ഒരു ശുദ്ധ പ്രകൃതക്കാരനാണ്, ഒരു നല്ല മനുഷ്യൻ. എൻ്റെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അതെ അതെ. അപ്പോൾ ഇടുക്കിയിൽ നിന്നൊക്കെ വരുമ്പോൾ നല്ല പഴം കൊണ്ടുവരും, എന്നിട്ട് എനിക്ക് തരും, സൽക്കരിക്കും. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സൽക്കരിക്കാറുണ്ട്. പിന്നെ നല്ല സ്നേഹമാണ് അദ്ദേഹത്തിന്. ആൺകുട്ടികളില്ലല്ലോ, മുഴുവൻ പെൺകുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ഒരു 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 മകൻ്റെ ഒരു ഒരു ഇതിൽ ഇരുത്തിയിട്ടാണ് മൂപ്പര് എപ്പോഴും കാണലും ഞങ്ങളിങ്ങനെ സംസാരിക്കലും. അപ്പം എനിക്ക് കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം അദ്ദേഹം അനുവദിച്ചിട്ടുണ്ട് എന്ന് ഇടുക്കിയിൽ നിന്നുള്ള പല MLA മാരും, പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയുക, ഉണ്ടായിരുന്ന MLA മാരൊക്കെ പറയും, ഞാനിങ്ങനെ മൂപ്പരടുത്ത് കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുമ്പോൾ ഇതൊന്നും ആർക്കും അനുവദിച്ചു കൊടുക്കാറില്ല ആശാൻ എന്ന് പറയും. അതൊരു വേറൊരു മനുഷ്യനാണ്. ഇത് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. PC ജോർജ്, ഞാൻ അദ്ദേഹവുമായി അടുത്ത ബന്ധമൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. എനിക്കങ്ങനെ മൂപ്പരോട് അടുത്ത് ഇടപഴകേണ്ട ഒരു അവസരവും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പല സ്റ്റേറ്റ്മെൻറ്റുകളും എന്നിൽ വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പറഞ്ഞു, അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു കമ്മ്യൂണിറ്റിയെ അദ്ദേഹം പല സന്ദർഭങ്ങളിലും ഇങ്ങനെ വേദനിപ്പിച്ചപ്പോൾ എനിക്കൊരു പ്രയാസം തോന്നിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് മൂപ്പരെ സംബന്ധിച്ച് പറയാൻ നമുക്ക് അത്ര അടുപ്പം വേണ്ടേ മൂപ്പരുമായിട്ട്? അത്തരം അടുപ്പമില്ലായിരുന്നു. ഇല്ല. ഉമ്മൻചാണ്ടി സാറുമായിട്ട് നല്ല അടുപ്പം തന്നെയായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ MLA-മാർക്കൊക്കെ നല്ല ഒരു പരിഗണന കൊടുക്കും. എൻ്റെ നിയോജക മണ്ഡലത്തിലാണ് സെൻട്രൽ ജയിലിൻ്റെ ശിലാസ്ഥാപനം നടന്നത്. സ്ഥലം MLA എന്നുള്ള നിലക്ക് ഞാനാണ് ആ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചത്. വേണമെങ്കിൽ അന്ന് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് എന്നെ മാറ്റാമായിരുന്നു. ജില്ലയിലെ ഏതെങ്കിലും മന്ത്രിമാരെ അധ്യക്ഷ സ്ഥാനത്ത് വെക്കാമായിരുന്നു. ഞാൻ അങ്ങനെയാണ് കരുതിയത്. പക്ഷേ പ്രോഗ്രാം അടിച്ചു വന്നപ്പോൾ ഇങ്ങനെയാണ് വന്നത്. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് ഇങ്ങനെ വന്നിട്ടുണ്ട്, ഞാൻ തന്നെയാണല്ലോ അധ്യക്ഷൻ. അപ്പോൾ അന്ന് CM-ൻ്റെ ഓഫീസിൽ നിന്ന് പറഞ്ഞത്, അത് CM പ്രത്യേകം പറഞ്ഞിരുന്നു, കൺസേൺഡ് MLA തന്നെ ആകണം അധ്യക്ഷൻ എന്ന്. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല ഗുണമായിട്ടാണ് എനിക്ക്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളാണ്, അതിലൊന്നും തർക്കമൊന്നുമില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞാനുമായിട്ട് മൂപ്പർക്കൊരു എപ്പോഴും ഒരു വേട്ടയാണ്. അതാണ് ഒരു പ്രശ്നം. അത് മുമ്പ് മുതലേ, ഞാൻ യൂത്ത് ലീഗിൻ്റെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ മുതലേ അങ്ങനെ ഒരു ഇതായിരുന്നു. പിന്നെ ഇപ്പോൾ അതൊക്കെ പോയി. പിന്നെ ഇനിയിപ്പോൾ അതിനെ സംബന്ധിച്ചൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ നല്ല സൗഹൃദത്തിലും സ്നേഹത്തിലുമാണ്. ഇപ്പോൾ സൗഹൃദത്തിലും സ്നേഹത്തിലും. ഇനിയൊന്നും അങ്ങനെ നമുക്കും വയസ്സായി, മൂപ്പർക്കും വയസ്സായി. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ആ ഒരു ഘട്ടമൊക്കെ കഴിഞ്ഞല്ലോ. ഇനി നല്ല സ്നേഹത്തിലും സൗഹൃദത്തിലും പോവുക, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ? നമ്മൾ ആഗ്രഹിക്കുന്നത്. അതെ. അദ്ദേഹം അങ്ങനെ ആഗ്രഹിക്കുമായിരിക്കും. തീർച്ചയായിട്ടും അദ്ദേഹത്തിനും അങ്ങനെ നല്ല സ്നേഹത്തിലും സൗഹൃദത്തിലും പോകണം എന്നുണ്ട്. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത് പിന്നെ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്ന് അദ്ദേഹം ചിന്തിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില സമീപനങ്ങളിൽ നിന്ന്, സംസാരത്തിൽ നിന്നൊക്കെ. G. സുധാകരൻ പാർട്ടി വിട്ടപ്പോൾ എന്ത് തോന്നി? G. സുധാകരൻ സത്യത്തിൽ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നമുക്ക് പോലും ചിന്തിക്കാൻ കഴിയില്ല. ഇപ്പോൾ 4 ടേം ഞാൻ MLA ആയിട്ടുള്ളൂ, 1 ടേമേ മന്ത്രിയായിട്ടുള്ളൂ. എന്നാലും പലപ്പോഴും പലരും ഇങ്ങനെ പറയും, ഇനി ഇതൊക്കെ അവസാനിപ്പിച്ച് മാതൃസംഘടനയിലേക്ക് തിരിച്ചു വരണം.
എന്നൊക്കെ പറയും. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്താൽ, ഞാനെന്ന് പറയുന്ന വ്യക്തിയല്ല, മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ഭയങ്കരമായിട്ട് എന്താ പറയുക വിശ്വസിക്കപ്പെടാത്തൊരു സ്ഥിതിയിലേക്ക് നീങ്ങുക. ഇവരൊക്കെ ഇങ്ങനെ തന്നെയാണ് എന്നുള്ളൊരു മനോഭാവം പൊതുസമൂഹത്തിലുണ്ടാവും. അപ്പോൾ എൻ്റെ കമ്മ്യൂണിറ്റിയുടെ വിശ്വാസ്യതയാണ് യഥാർത്ഥത്തിൽ അതിലൂടെ തകരുക. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പർഷിപ്പുള്ള ആളൊന്നുമല്ല, ഒരു സഹയാത്രികനാണ്. അങ്ങനെ സഹയാത്രികനായിട്ടുള്ള എനിക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്തത് ഒരു സഖാവിന് എങ്ങനെ ചിന്തിക്കാൻ പറ്റി എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ജി സുധാകരനെ പോലെ ഒരാൾ ഒരു കാരണവശാലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു.